1486-ൽ 106 ഇതാണ് ഈ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണമായി ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കണ്ണൂരിൽ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. മാത്രമല്ല കണ്ണൂരിലെ സംഘർഷ സാധ്യത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. NDA സ്ഥാനാർത്ഥി കൂടി അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇനി നേരെ തിരികെ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ ആലത്തൂരിൽ എത്തുമ്പോൾ നിശബ്ദ പ്രചാരണത്തിൻ്റെ അന്നാണ് അവിടെ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ പുറത്തു വരുന്നത്. തീർച്ചയായും അനു, പാലക്കാട് ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങൾ, പാലക്കാട് മണ്ഡലത്തിലാണെങ്കിലും ആലത്തൂർ മണ്ഡലത്തിലാണെങ്കിലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ 1486 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ 106 പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇവിടേക്ക് കൂടുതൽ സേനയെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. കേന്ദ്ര സേനയാണെങ്കിലും സംസ്ഥാന പോലീസാണെങ്കിലും തമിഴ്നാട് പോലീസാണെങ്കിലും ഒക്കെ ഉൾപ്പെടെ ഈ പ്രശ്നബാധിത ബൂത്തുകൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണെങ്കിൽ ഇന്ന് രാവിലെ വിക്ടോറിയ കോളേജിലും അതുപോലെ തന്നെ ഓരോ ഇടങ്ങളിൽ ഒറ്റപ്പാലം, ആലത്തൂർ, അതുപോലെ തന്നെ ചിറ്റൂര്, തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ ഓരോ സ്കൂളുകളിലും മറ്റുമായിരുന്നു ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉണ്ടായത്. രാവിലെ തന്നെ അത് കൃത്യം ഒരു 10 മണിയോടുകൂടെ തന്നെ ആരംഭിച്ചു. ഇപ്പോൾ ഏറെക്കുറെ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ബൂത്തുകളുടെ ക്രമീകരണങ്ങളും മറ്റുമൊക്കെ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ 13,98,143 വോട്ടർമാരാണുള്ളത്. ഇതിൽ പുരുഷ വോട്ടർമാർ 6,82,281 അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാർ 7,15,849 ട്രാൻസ്ജെൻഡേഴ്സ് 13 പേരുണ്ട്. പുതിയ വോട്ടർമാർ 29,793 പേരാണ് പുതിയ വോട്ടർമാരായിട്ട് ഈ പാലക്കാട് മണ്ഡലത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ വളരെ അധികമുണ്ട്. 3 ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നൊരു പരാതിയുമായി NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ രംഗത്തെത്തുകയും തുടർന്ന് കോടതിയെ ഉൾപ്പെടെ സമീപിക്കുകയും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരം ഇരട്ട വോട്ടുകൾ ഉള്ളവിടെ കള്ളവോട്ടുകൾ ഉൾപ്പെടെ നടക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണമെന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിൽ NDA സ്ഥാനാർത്ഥിക്ക് കോടതിയെ സമീപിച്ചതോടുകൂടെ തന്നെ ഒരു അനുകൂല ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ C. കൃഷ്ണകുമാറിന്റെ ഈ തെരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചാരണം അവസാന ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതായിരുന്നു രാവിലെ തന്നെ അദ്ദേഹം നമ്മൾ ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നത്. ഒപ്പം LDF സ്ഥാനാർത്ഥിയായ A. വിജയരാഘവനും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായ PK ശ്രീകണ്ഠന്റെയും ഒക്കെ നിശബ്ദ പ്രചാരണം വിവിധ ഇടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പാലക്കാട് മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിന്റെ കാര്യം. ആലത്തൂർ മണ്ഡലത്തിൽ ഇന്നതായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നത്. നമ്മൾ ജനം ടി വി തന്നെ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടത്. അതായത് ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിയായ ഈ തരത്തിൽ K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് പുരോഗമിക്കുന്ന വേളയിൽ ഈ K. രാധാകൃഷ്ണന്റെ വീട് എന്നുള്ളത് ചേലക്കരയിലാണ്. ചേലക്കര ഭാഗത്ത് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തെത്തിയപ്പോൾ വീടിന് സമീപത്തായിട്ടുള്ള ഒരു ജംഗ്ഷനിലെത്തിയപ്പോഴാണ് അവിടെ ഇത്തരത്തിൽ ഈ ഒരു വാഹനത്തിൽ നിന്നും ഏതാനും ആയുധങ്ങൾ, ഈ സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനം ആദ്യം പോകുന്നു, അതിന് പുറകിലായി ഏതാനും കാറുകളും മറ്റുമൊക്കെ പോകുന്നു. അതിലൊരു ചുവന്ന കളറിലുള്ള ഒരു കാറ് KL 70 രജിസ്ട്രേഷൻ, പാലക്കാട്ടിലെ തന്നെ ചിറ്റൂർ രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണ്. ആ വാഹനത്തിലുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരായ ആളുകൾ അതിൽ നിന്നും കുറച്ച് ആയുധങ്ങൾ എടുത്ത് പുറത്ത് റോഡിലേക്ക് വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ജനം ടിവിക്ക് ലഭിച്ചത്. ഏതായാലും ആ ആയുധങ്ങൾ പുറത്തു വെച്ചത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ആയുധവുമായി കൊണ്ടു നടക്കുന്നത്? പ്രചാരണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം വലിയ രീതിയിൽ മൈക്ക് കെട്ടി പലയിടങ്ങളിലും ആളുകളെ നേരിൽ കണ്ടുമൊക്കെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താറുള്ളത്. അതിനിടയ്ക്ക് ഈ ആയുധങ്ങൾ എന്തിനാണ് വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് ചോദ്യം ഉയരുന്ന സ്ഥിതിയുണ്ട്. അതിന് ഈ കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അത് തങ്ങൾ ഫ്ലക്സ് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങളാണ്. പിന്നീട് അത് തങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റോഡരികിൽ വെച്ചിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് രീതിയിൽ ചെയ്തതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അതൊക്കെ ഒരു ന്യായീകരണം എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ന്യായീകരണം എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുകളാണ് അല്ലെങ്കിൽ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. CCTV ഇവർ ഈ ആയുധങ്ങൾ വെക്കുന്ന ഭാഗത്ത് ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ കണ്ടപ്പോൾ ഇവർ വലിയ രീതിയിൽ പതട്ടപ്പെടുന്നതും ഒപ്പം തന്നെ കാറ് പുറകോട്ട് എടുക്കുന്നതും ഒക്കെ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിരുന്നു. നിലവിൽ ഏതായാലും ഈ കാറിലുണ്ടായിരുന്ന CPM പ്രവർത്തകരായ ആളുകളെ ചേലക്കര പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം
വിഷയത്തിൽ വേണമെന്നും സ്ഥലത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ, അതായത് കെ രാധാകൃഷ്ണനെ കൂടാതെയുള്ള UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായ TN സരസും, ഈ രണ്ടുപേരും വിഷയത്തിലൊരു കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഈ ആളുകളെ ഭയപ്പെടുത്തിയും മറ്റും വോട്ട് ചെയ്യിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരാജയ ഭീതി ഉണ്ടായ സാഹചര്യത്തിൽ തോൽക്കുന്ന ഘട്ടം വരികയാണെങ്കിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഈ മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ തവണയായിരുന്നു ഇടതുപക്ഷത്തെ അമ്പെ 1 ലക്ഷത്തിലേറെ വോട്ടിനൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് അരുൺ, അപ്രകാരം തന്നെ വേണം മനസ്സിലാക്കാൻ.